ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരുപാട് തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നറിയാം. ഇനിയും വരുന്ന വീഡിയോകളിൽ അതൊക്കെ മാറ്റി ശരിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും ഞാൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് കടായി വയ്ക്കണം. വെച്ചിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിൽ ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായ ഉടനെ അതിലേക്ക് കുറച്ച് കുരുമുളക്, അല്പം പെരിഞ്ജീരകം, കുറച്ച് ജീരകം, ഇത് മൂന്നും ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിനകത്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 3-4 ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ശേഷം ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുക്കാൻ വയ്ക്കണം. അത് തണുത്തിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഇതിനകത്ത് വീണ്ടും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളി വഴറ്റാം. ഇത് നന്നായിട്ട് വഴറ്റി ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ വഴറ്റുന്നുണ്ട്. നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എളുപ്പം വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിടും. അതിനകത്ത് കുറച്ച് 1/2 സ്പൂൺ ഉപ്പിട്ടിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. നല്ല ബ്രൗൺ കളർ ആവണ വരെ ഇത് വഴറ്റണം നന്നായിട്ട്. ഈ ജീരകം, പെരിഞ്ജീരകം, കുരുമുളക് ഇത് മൂന്നും തണുത്ത് കഴിഞ്ഞു. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഏകദേശം ഉള്ളി ഒന്ന് വഴണ്ട് ചുവന്ന കളറായിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. 2-3 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോണ വരെ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. ഇത് വന്നിട്ടുണ്ട്. നമുക്കടുത്തത് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. തക്കാളി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുന്ന വരെ നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് തക്കാളി. ഇനി നമുക്ക് പൊടികളെല്ലാം ഇടാം. ആദ്യം ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയായിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. പൊടികളുടെയൊക്കെ പച്ച മണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റണം. കളറിന് വേണ്ടിയിട്ട് ഒരു അല്പം കാശ്മീരി മുളക് പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം.
മസാല പൊടി ഉണ്ടെങ്കിൽ അതും കൂടി, അത് ഓപ്ഷണലാണ്, വേണം നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റണം. ഈ സമയത്ത് നമ്മൾ ആദ്യം അരച്ചു വച്ചിരുന്ന കുരുമുളക്, ജീരകം, പെരുംജീരകം, ഉള്ളി, ഇത് മൂന്നും കൂടി അരച്ചതിനെയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വഴറ്റണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പ് ചേർക്കാം. ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. വേണമെങ്കിൽ സ്വല്പം വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കിടന്ന് നല്ലതായിട്ട് തിളച്ച് പച്ചമണം എല്ലാം ഒന്ന് മാറി വന്നു കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കാം. ഏകദേശം ഇത് ഒന്ന് തിളച്ച് ഒന്ന് പൊടികളുടെ മണമൊക്കെ മാറി, പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഞണ്ടിലേക്കിടാം. ഞണ്ടിട്ട് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം ഞണ്ടിൽ നിന്ന് വെള്ളം ധാരാളമായിട്ട് ഇറങ്ങും. അത് ഞണ്ടിൻ്റെ വെള്ളം ഇറങ്ങി വെന്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തൽക്കാലം നമുക്കിതെല്ലാം ഇങ്ങനെ ഒന്ന് ചേർത്ത് ഇളക്കി വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഇളക്കിയിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കരുത്, ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളമായി പോവും. കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞണ്ട് നന്നായിട്ട് വെന്ത് വരും. അപ്പം നമുക്ക് തുടങ്ങാം. ഈ സമയത്ത് ഉപ്പും കൂടെ ഒന്ന് നോക്കിക്കോളണേ. ആവശ്യത്തിന് ഉപ്പുണ്ട്. അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കൂടി വരും. നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡിയായി. എല്ലാവരും ഇതുണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.